എൻ്റെ പേര് അഞ്ജു. എൻ്റെ വീട് പാലക്കാടാണ്. ഞാനിപ്പോൾ പാലക്കാട് നെന്മാറയിൽ വാട്ടർ അതോറിറ്റി സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2018 ബിടെക് പാസ് ഔട്ടാണ്. പാസ് ഔട്ടായ ശേഷം ഞാൻ ഒരു ഗവൺമെൻറ് ജോലി വേണം, അതിലേക്കാണ് പോകേണ്ടതെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നോട്ട് തന്നെ ഈ യൂട്യൂബ് നോക്കിയിട്ടാണ് മെയിനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അല്ലാത്ത കുറച്ച് ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് ഒറ്റയ്ക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു 2 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ലിസ്റ്റുകളിലൊന്നും അങ്ങനെ കയറാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഞാൻ കട്ട് ഓഫിൻ്റെ അടുത്ത് വെച്ച് നിൽക്കുകയാണ് ചെയ്യുക. പക്ഷെ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും, പക്ഷെ കട്ട് ഓഫ് ക്ലിയർ ആവില്ല. അപ്പോൾ കുറേ ആയപ്പം എനിക്ക് തന്നെ എന്തുകൊണ്ടാണ് കയറാത്തത് എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ചെറുതായിട്ടൊക്കെ ഈ പ്രൈവറ്റ് ജോലിയിലൊക്കെ കയറുന്നുണ്ട്. പക്ഷെ പ്രൈവറ്റിൽ ഒന്നാമത് നമുക്ക് സാലറി വളരെ കുറവായിരിക്കും, അതിൻ്റെ സെക്യൂരിറ്റി ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ അപ്പം അത് രണ്ടും കൂടെ മാനേജ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം 2019 തുടക്കത്തിൽ കൊറോണ വന്നിട്ട് ജോലി നമുക്ക് പോകാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ദിവ്യയാണ് എനിക്ക് ഷിൻഡോ സാറിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഹോളി മാത അക്കാദമി ഉണ്ട്, അവിടെ ഓൺലൈനായിട്ട് പഠിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ദിവ്യ അവിടെ ഓഫ്ലൈനായിട്ടാണ് പോയത്, ഞാൻ ഓൺലൈൻ കോച്ചിങ് എടുത്തു. അപ്പം ഞാനപ്പോൾ എന്തിനും റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം ജോലി ഇല്ല, അത്യാവശ്യമായിട്ട് ജോലി വേണം. അപ്പോൾ ഇതുവരെയും പഠിച്ചിട്ട് ലിസ്റ്റിൽ കയറിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഷിൻഡോ സാറിനെ വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറ് ജോയിൻ ചെയ്യാം, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ പഠിക്കാനൊരു ബുദ്ധിമുട്ടില്ല, എനിക്കൊരു ജോലി മതി എന്നുള്ള രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു മാർച്ച് മാസത്തിലാണ് 2019 പഠിച്ചു തുടങ്ങുന്നത്. അപ്പം ഓൾറെഡി ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പെൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പഠിച്ച് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ വളരെ നല്ല ക്ലാസ്സാണ്. അപ്പോൾ ഓൺലൈനിലാണ് രാവിലെയും വൈകിട്ടും ക്ലാസ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ജൂലൈയിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു എക്സാം ഉണ്ട് എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് കോച്ചിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ സാറ് എന്നും നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് കറക്റ്റ് ടാർഗറ്റ് തരുമായിരുന്നു. അപ്പം ഞാൻ മാക്സിമം ആ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ഞാൻ പഠിക്കുമായിരുന്നു. കാരണം കൊറോണയാണ്, പുറത്തു പോകാൻ പറ്റില്ല. ശരിക്കും എനിക്ക് ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങൾ പോകണമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഫുൾ ടൈം പഠിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അതിനിടയിൽ ഇപ്പം സാർ ഒരു ടാർഗറ്റ് തരുമ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും, അല്ലാത്ത കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മൾ പഠിച്ചത് കറക്റ്റ് രീതിയിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ നടത്തുമായിരുന്നു. അപ്പം എനിക്ക് എപ്പോഴും എൻ്റെ മാർക്ക് ഒരു 65 വരെ വരാറുണ്ടായിരുന്നുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞ് മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു സഡൻ ജമ്പായിരുന്നു. 65 കഴിഞ്ഞു, അതിന് മേലെ പോയി, 70 മേലെ പോയി, 80 ആവാൻ തുടങ്ങി. അപ്പം എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരാൻ തുടങ്ങി. ഓക്കെ, ഞാൻ പോകുന്നത് കറക്റ്റാണ്, ഞാൻ പഠിക്കുന്നത് കറക്റ്റാണ് എന്ന് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടിയ ഒരു സമയമായിരുന്നു അത്. പിന്നെ ആദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പഠിക്കുന്നതിൽ എന്തായിരുന്നു എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം തുടക്കം തൊട്ടേ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു റിവേഴ്സ് മെത്തേഡാണ് ഇവിടെ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, നമ്മൾ ഏത് എക്സാം ആണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏതൊക്കെ പോർഷനിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സബ്ജക്റ്റ് എടുക്കുന്നു, അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയോ തിയറി പഠിക്കുന്നു, എന്നിട്ട് എക്സാം എഴുതുന്നു. അപ്പോൾ പല ക്വസ്റ്റ്യനും നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഇവിടെ വന്നപ്പം തിരിച്ചൊരു അപ്രോച്ചായിരുന്നു. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അറിയാത്തത് എഴുതി വെച്ചിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എക്സാം എഴുതുമ്പം എനിക്ക് ശരിക്കും ഓരോ ക്വസ്റ്റ്യനും എനിക്ക് ഇമ്പ്രൂവ് ആയിട്ട് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്ക് ഷിൻഡോ സാറിന് മാർക്ക് അയച്ചു കൊടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരാഴ്ചയും അറിയാൻ പറ്റുമായിരുന്നു, ഓക്കെ കഴിഞ്ഞ ആഴ്ചയെക്കാളും എനിക്ക് 3 മാർക്ക് കൂടുന്നുണ്ട്, 5 മാർക്ക് കൂടുന്നുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് എക്സാം വന്നത്. അപ്പോൾ എക്സാം വന്നപ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് എനിക്കുള്ളിൽ തന്നെ ഈ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ എക്സാമിൽ തന്നെയാണ് ഞാൻ ഫസ്റ്റ് കയറിയിട്ടുള്ളത്. വാട്ടർ അതോറിറ്റി 3rd ഗ്രേഡ് ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് കയറിയത്. പിന്നീട് ആ എക്സാമിൻ്റെ ഒപ്പം തന്നെ നടന്നിട്ടുള്ള 2nd ഗ്രേഡിലും എനിക്ക് കയറാൻ പറ്റി. ശരിക്കും
എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആണ് ശരിക്കും ഹോളി മാത എന്ന് പറയുന്നത്. അതുവരെ നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാതെ സ്റ്റക്കായി നിന്നിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്നിട്ട് ഒരു സഡൻ ജമ്പായിരുന്നു അതെൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഒരുപാട് എക്സാം നടന്നിട്ടുണ്ട് 2020. ആ എല്ലാ എക്സാമും ഞാൻ എഴുതിയിട്ടുള്ള പഠിച്ചു കഴിഞ്ഞ് എഴുതിയിട്ടുള്ള എല്ലാ എക്സാമിലും ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. വാട്ടർ അതോറിറ്റി 3rd ഗ്രേഡ് 188 റാങ്ക്, 2nd ഗ്രേഡിൽ 235, അതുപോലെ LSTD, KSCB, അതേപോലെ ഹൗസിംഗ് ബോർഡ്, ഇതിലെല്ലാ ലിസ്റ്റിലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെ ഫുൾ ക്രെഡിറ്റും എനിക്ക് ഷിൻഡോ സാറിനാണ് കൊടുക്കാൻ പറ്റുക. കാരണം ഞാൻ സ്വന്തമായിട്ട് എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് ഒരു ലെവലിൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റാതിരുന്ന ഒരു സിറ്റുവേഷനിൽ ശരിക്കും നമ്മളെ ഒരു പുഷപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ പല സ്റ്റേജിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൗൺ ആവും. കാരണം ഫുൾ ടൈം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പലരും നമ്മളോട് മോശമായിട്ടൊക്കെ പെരുമാറാറൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഷിൻഡോ സാറിൻ്റെ ഞായറാഴ്ചത്തെ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് സാറ് മീറ്റിംഗ് വെച്ചിട്ട് നമ്മളെ ഒന്ന് റൈസ് ചെയ്യും. അത് ശരിക്കും ആ ഒരാഴ്ചക്ക് നിൽക്കാനുള്ള ഒരു എനർജി ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. അത് ശരിക്കും നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളെ അതേ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഷിൻഡോ സാറ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കമ്പൈൻ സ്റ്റഡി അങ്ങനെ ചെയ്തിട്ടില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് പഠിച്ചത്. പക്ഷെ എന്നാലും കുറച്ച് ഫ്രണ്ട്സ് നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കിട്ടാത്ത ക്വസ്റ്റ്യൻ എന്തായാലും ഗൂഗിളിൽ പോയി യൂട്യൂബ് നോക്കിയിട്ടൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു ടൈം എനിക്ക് ഈ 3rd ഗ്രേഡ് എക്സാം വാട്ടർ അതോറിറ്റിയിൽ വന്ന സമയത്ത് എനിക്ക് അതേ ക്വസ്റ്റ്യൻ എനിക്ക് വന്നു. അപ്പം ഞാൻ ശരിക്കും ചില സമയത്ത് ഇങ്ങനെ ടൈം വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ചില ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ചിലവരുടെ ഡൗട്ട് ആയിക്കോട്ടെ, അത് പിന്നീട് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരുമെന്ന് എനിക്ക് അപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും ഒരു തീവ്രമായിട്ട് നമുക്ക് ഒരാഗ്രഹമുണ്ട്, ഒരു ഗവൺമെന്റ് ജോലി വേണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടും. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഹോളി മാത എന്ന് പറയുന്നത്. പിന്നെ അവരുടെ റാങ്ക് ഫയൽ എടുത്ത് പറയേണ്ടതാണ്. അതായത് ഒരു ടോപ്പിക് അതിന്റെ തിയറി എന്നല്ല പോകുന്നത്. ശരിക്കും ഇത് ഒരുപാട് റിസർച്ച് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവരുടെ റാങ്ക് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഒരുപാട് യൂസ്ഫുൾ ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റും നമ്മൾ മിസ്സാവില്ല. നമുക്കിപ്പോൾ തിയറി പഠിക്കുമ്പോൾ പല പോയിന്റ് ഇതിൽ ഏതാണ് എക്സാമിന് ചോദിക്കുക, ഇതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പല സമയത്ത് നമുക്ക് അറിയാറില്ല. പക്ഷെ ഈ റാങ്ക് ഫയലിൽ എടുത്ത് എഴുതിയിട്ടുണ്ടാവും ഏതൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരണത്, അല്ലാത്തത് ഏതാണ് എന്നുള്ളതൊക്കെ. എനിക്ക് ഇവരുടെ റാങ്ക് ഫയലും വളരെ ഉപകാരപ്പെട്ടതായിരുന്നു. അതുപോലെ ഓൺലൈൻ ക്ലാസ്സും നമുക്ക് റെക്കോർഡഡ് ക്ലാസ് കിട്ടുമായിരുന്നു. ഇതെല്ലാം എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ ആ ഒരു പേസിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഷിൻഡോ സാർ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ഒരു ജോലി നിൽക്കുമ്പം എനിക്ക് കടപ്പെടാനുള്ളത് ഷിൻഡോ സാറിനോടാണ്. നമുക്ക് എന്തും നമുക്ക് പഠിച്ചാൽ നേടിയെടുക്കാം. അതിനുള്ള ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഹോളി മാത.